ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന വീട്ടിൽ 3 വാർഡ്രോബിൻ്റെ വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വാർഡ്രോബിൽ നമ്മൾ ഡബിൾ കളർ ഷീറ്റ് ഇട്ടിട്ട് എങ്ങനെ വാർഡ്രോബ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ ഈ കാണുന്ന സ്പേസിലാണ് നമ്മൾ വാർഡ്രോബിനെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ തട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഫെറോസിമെൻറ്റ് സ്ലാബിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കവർ ചെയ്തിട്ടാണ് നമ്മളിന്ന് വാർഡ്രോബ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഡബിൾ കളർ ഷീറ്റ് ഇടുന്ന എച്ച് സെക്ഷനാണ്. അപ്പോൾ ഇതൊരു ചെറിയ ടൈപ്പ് എച്ച് സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡബിൾ കളർ ഷീറ്റ് ഇടുന്നത്. അപ്പോൾ ഇത് ഡോറിലിടാൻ വേണ്ടിയിട്ട് നമ്മളിത് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഡോറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെ സെക്ഷൻ്റെ കനം ഇതിൻ്റെ 2 സൈഡും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്ക് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് വേണമെങ്കിൽ ഹാൻഡ് കട്ടറിൽ നമുക്ക് കട്ട് ചെയ്യാം, പക്ഷേ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ആക്സോ ഫ്രെയിമിലാണ് ഇത് കട്ട് ചെയ്യണത് കാണിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കട്ടറിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ എച്ച് സെക്ഷൻ്റെ ബാക്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സെക്ഷനും കൂടി വെച്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യണത്. എങ്കിലാണ് നമുക്ക് സെൻറ്ററായിട്ട് കട്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡും ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഒരു ഡോറിലേക്ക് 2 പീസാണ് ഇതേമാതിരി എച്ച് സെക്ഷൻ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നേരെ ഡോറ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ വൈറ്റും ടോപ്പിലും ബോട്ടത്തിലും ബ്ലാക്ക് കളർ ഷീറ്റുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡോർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നേ ഒരു ടി സെക്ഷൻ വന്നിരുന്നു. അപ്പോൾ അത് ബാക്കിൽ ഇത്രയും പിടുത്തുണ്ടാവില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മളിവിടെ എച്ച് സെക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ജെ സെക്ഷൻ്റെ ലിപ്പിന് കറക്റ്റായിട്ട് വരുന്ന ഒരു എച്ച് സെക്ഷനാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡോർ സെറ്റ് ചെയ്യണ വർക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി സൈറ്റിലെ വർക്കാണ് പിന്നെ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇനി ഡോറ് സെറ്റിങ് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ സൈറ്റിൽ ഇത് ഫിറ്റ് ചെയ്യണതാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വാർഡ്രോബിൻ്റെ ഒരുപാട് വർക്കുകൾ നമ്മളിത് സെറ്റ് ചെയ്യണതും ഡോറ് സെറ്റ് ചെയ്യണതും ഫിറ്റ് ചെയ്യണതും എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ. അപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഡബിൾ കളർ ഷീറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് താഴത്ത് ഒരു ബെഡ്റൂമിലാണ് നമ്മൾ ഈ വീട്ടിൽ ഈ വാർഡ്രോബ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെയാണ് വൈറ്റും ബ്ലാക്കും വരുന്നത്. മുകളിലത്തെ 2 ബെഡ്റൂമിൽ ഒരേ സെയിം കളറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യണ വാർഡ്രോബ്. അപ്പോൾ ഇതിന് സെയിം ഹെഡ് സെക്ഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ വർക്ക് ഫിനിഷിംഗ് ആയി. അപ്പോൾ എല്ലാവരും വർക്ക് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വർക്ക് ചെയ്തത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വാർഡ്രോബിനകത്ത് ACP ഷീറ്റ് വെച്ചിട്ട് നമ്മളൊരു പാർട്ടീഷനും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിൽ വാർഡ്രോബിൻ്റെ ഫ്രെയിമിൻ്റെ കളറ് ചാമ്പ്യൻ ഗോൾഡാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രോസ് ബോണ്ടിൻ്റെ ഗാലക്സി എന്ന് പറയുന്ന ഒരു ACP ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ്. അപ്പോൾ ഈ വീട്ടിൽ തന്നെ നമ്മളിനി 2 ബെഡ്റൂമിലും കൂടി കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ വർക്കും കൂടി ഫുള്ളായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ 2 ബെഡ്റൂമിലെ കബോർഡിനും സെയിം കളറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ താഴ്ഭാഗത്തായിട്ട് ഓരോ കബോർഡിലും ഈ 2 ഡ്രോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കബോർഡും സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷീറ്റിൻ്റെ കളറിൽ മാത്രമാണ് ചേഞ്ചിങ് വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ വാർഡ്രോബിൻ്റെ വർക്കുകൾ ഇതിന് മുന്നേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും പോയി കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഷീറ്റ് അടിച്ച ഭാഗത്ത് നമ്മൾ H സെക്ഷൻ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.